നമുക്ക് അതിന്റെ രസം അതല്ല അതിന്റെ രസം മുളകൊടിയൊക്കെ ഇട്ട് സ്പൈസി. അപ്പൊ നമുക്ക് എന്നാ ഇത് ഒരാൾ മുറുക്കി ഇത് സൈഡ് അത് ഒരെണ്ണം ഒരു ഞാനൊന്ന് അപ്ലൈക്കുന്നുണ്ടല്ലോടാ ഇതിലേക്കുള്ളതും. ആഹാ ഇത് വരച്ചാലോടാ വരയ്ക്കുന്നതിന് സ്റ്റൈലൊക്കെ അങ്ങനെ സ്റ്റൈലുണ്ടല്ലേ. ഇതിലേക്ക് മാറ്റട്ടെ. അതെല്ലാം കൂടെ അതിലേക്ക് ഇട്ടോ. ചിന്റെ അറിയില്ലേ, ചിന്റെ ബ്രസീലുകാർ പറഞ്ഞ 99% തൊള്ള 1% കളി. ഓടിക്കളിച്ച കോഴിയായിരുന്നു അല്ലേ? ഇതിന്റെ ഭാഗ്യം ഇങ്ങനെയായി പോയല്ലോ. എങ്ങനെ ഇരുന്ന കോഴിയാ? അതെന്ത് മസാല? സാരല്ല, അടിച്ചു കയറ്റാം. അത് കൈവച്ച പോലെ. അപ്പൊ നമ്മളുണ്ടല്ലോ ആദ്യം നമ്മുടെ മല്ലിച്ചപ്പ് ഉണ്ടോ, മല്ലിച്ചപ്പ് നമ്മൾ അരക്കിയല്ല, ഒരു രീതിയിൽ ഒരു വെറൈറ്റി ആയിട്ടാണ് അല്ലേ. എന്നിട്ട് അതിന് ശേഷം നമ്മളെ പച്ചമുളക് വൈകിക്കോ അതും ചാക്കി. അപ്പോഴേക്കും ഇവിടെ നമുക്ക് എന്നാല് ഈ കോഴീനെ നമുക്ക് സെറ്റ് ചെയ്യാം. ഈ കോഴീന്റെ കൂട്ടത് വെച്ചോ. അത് ആഹാ നമ്മൾ സാധാ നമ്മുടെ കൂട്ടുകളാട്ടോ, നോർമൽ കൂട്ടുകൾ അല്ലടാ, ഇന്ത്യൻ കൂട്ടുകൾ. ഇന്ത്യൻ കൂട്ടുകൾ ഏതൊക്കെ വരുന്നത്? നമ്മുടെ മുളക് പിന്നെ മല്ലി ഒഴിച്ചിട്ട് നമുക്കൊരു പരിപാടി ഇല്ല കേട്ടോ. ഇവിടെ ഇട്ട് അരച്ചോ. മഞ്ഞൾ ഇടാ. പിന്നെ നമുക്ക് എന്താ വേണ്ട? മുളക്. അത് കാശ്മീരി ആട്ടോ. പിന്നെ നമ്മള് ഇതിലേക്ക് പിന്നെ നമ്മള് ഇഞ്ചിയും കൂടെ നമ്മള് ആഹാ. പിന്നെ ഇത് ഗരം മസാല. മല്ലിയല്ല, ഗരം മസാല ഉണ്ട്. അത് മല്ലിപ്പൊടി. അത് ചിക്കൻ മസാലേന്റെ കേട്ടോ. ഓക്കെ, എല്ലാ കൂട്ടും. പിന്നെ നമ്മുടെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടുന്നത് നമ്മുടെ തൈര്. നമ്മള് ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്, മറ്റൊന്നിനല്ല കേട്ടോ. നമ്മള് സ്ഥിരം അങ്ങനെ മുളകെല്ലാം കൂട്ടി നമ്മൾ ഉണ്ടാക്കാത്തോണ്ടേ കൈ പോകാനുള്ള ചാൻസ് മേ ബി ഉണ്ട്. ഷിൻഡ ഇട്ടില്ല? പരിചയല്ലേ? ഷിൻഡക്ക് പരിചയമുണ്ട് ഉണ്ടാക്കുന്ന. സഞ്ജയ് പാടാ അടാ. അപ്പോഴാടാ നമ്മളടാ ഷിൻഡോ അടാ ഇതിലേക്ക്. ഞാൻ ഹോസ്റ്റലിൽ ഇതല്ലടാ പരിപാടി. ഒറ്റയ്ക്ക് ബുക്ക് ചെയ്യാ. അപ്പൊ നമ്മളെ കണ്ണിലേക്ക് എടാ എന്നാ തൈര് ഇട്ടോ. തൈര് വെക്കട്ടെ. എത്ര അളവ്? ഒറ്റ മിനിറ്റ്. വെള്ളം കൈയോടെ കുറച്ച് വെള്ളം ഇരുന്നോട്ടെ. തൈര് വെക്കട്ടെ. തൈര് വെച്ചോ. ഓ മതിയടാ. മതി. എന്നിട്ട് പീസ് കുറവുണ്ട് നമുക്ക് ഇതാക്കാം. ആഹാ. ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ നമ്മള്. ഉപ്പൂടെ ഇതാട്ടോ. ഇതിന്റെ അളവ് ഏകദേശം ഇട്ടിട്ട് അവസാനം നോക്കാം. ഓ നല്ല ഇതിന്റെ കളറല്ലേ? അതല്ലടാ നമ്മുടെ നമുക്ക് കാന്താരി വേണി ഞാൻ കാട്ടിന്ന് പറിക്കാട്ടോ. കാന്താരി. പിന്നെ എന്നാ കാന്താരി വേണോടാ. ഇപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യും, ഇപ്പൊ വേണമെങ്കിൽ എടുക്കാം. ഇത് മതി. എടാ ഇനി നമ്മുടെ കോഴി എടുത്തോ. നീ വരഞ്ഞ കോഴി അതല്ലേ ജോപ്പ? ഒരു പൊടിക്ക് ഉപ്പ് പോണി ജോപ്പ, നീ വരഞ്ഞ കോഴി അതല്ലേ? അത് വരഞ്ഞ കോഴി അല്ലേ. ആ കോഴിനെ എടുത്തിട്ട് അത് ആ കോഴിനെ എടുത്ത് അപ്പുറത്തേക്ക് കേട്ടോ. ഒന്നും കൂടെ ആഴത്തിലായി. അല്ല ഈ ലെവൽ മതി. അത്യാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കോഴീനെ ഉണ്ടല്ലോ നമ്മള്. ആഹാ. എടാ ഉപ്പിട്ടില്ലടാ പിന്നെ. നീ വരഞ്ഞോ? ഇല്ല, കോഴിന്റെ കളറേ മാറിപ്പോയി. ഇനി നമ്മളെന്താ വെച്ചാൽ നമ്മള് ഫോയിൽ പേപ്പറിൽ വെച്ച് പൊതിഞ്ഞ് സംഭവം നമ്മൾ ശരിക്കും നമ്മുടെ കൊറോണ കാലഘട്ടത്തിലേക്ക് പോകട്ടോ. പിന്നെ നമ്മൾ ഇതിന്റെ ഉള്ളിലൂടെയൊക്കെ പിടിച്ചേ എന്നാലേ ഉള്ളു അതിന്റെ ഒരു പുഴുങ്ങി മുട്ട. വെളുത്തുള്ളി വേണ്ട. വെളുത്തുള്ളിക്ക് വരെ നമ്മൾ മറ്റേ വേറെ സാധനം ചേർത്തിട്ടുണ്ടല്ലേ കട്ട് ചെയ്ത്. അപ്പൊ നമ്മള് നമ്മുടെ എന്താണത് മസാല അല്ലേ? ഗ്രീൻ പുതിനയില് നമ്മുടെ നല്ല മുളക് പച്ചമുളകും കൂടെ ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് പിന്നെ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി ഉണ്ടല്ലോ നമ്മള് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് തൈര്
തൈര് ഇട്ടു, തൈര് ഒഴിച്ചു, കുറച്ച് തൈര് കൊണ്ട് വേണ്ട, തൈര് ഇത് മതിയടാ. പിന്നെ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കോഴിയുടെ കോഴി ഇതിലേക്ക് വെച്ചിരിക്കുന്ന മരഞ്ഞു വെച്ച ചിക്കൻ നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ അതിലേക്ക് വെച്ചിട്ടുണ്ട്. മിക്സ് ആക്കുന്നു. എന്നിട്ട് പിന്നെ നമുക്ക് തേച്ച് മസാല ഇടുന്നു. നമ്മുടെ വെളിച്ചെണ്ണ മയം കിട്ടൂലേ? മയം കിട്ടും. അതിൽ നമ്മള് വെളിച്ചെണ്ണ ലാസ്റ്റ് ഒഴിക്കാൻ, അവസാനം വെക്കാൻ വേണ്ടിട്ട് അത് അതിൽ നമ്മൾ ലാസ്റ്റ് ഒഴിക്കുന്നുള്ളൂ. കൂടുതലും ഫില്ല് ചെയ്ത് വെച്ചോ. ഇത് ഗ്ലൗസ് ഇട്ട് എടുത്താൽ മതിയെ. നല്ല എരിവാണ്. ആഹാ, നല്ല പച്ച ഗ്രീനിഷ് കളറാണ്ട് വരില്ലേ? പിന്നെ ഇത് നമ്മളുണ്ടല്ലോ, ഇത് അടക്കാണ് നമ്മള് ഉള്ളിലേക്ക് കഴിച്ച് സെറ്റ് പിടിച്ച് ഒരു പച്ചക്കളർ കാണുമ്പോ തന്നെ ഉണ്ടല്ലോ നാച്ചുറാലിറ്റി ആണ്. കുറച്ച് ഇതിലേക്ക് വയ്ക്കാം, എന്നാ നല്ലതായിരിക്കും. മസാല കറക്റ്റ് പിടിച്ചോളും. ഇനി നമുക്കിത് പൊതിഞ്ഞ് ചിക്കൻ ആക്കാനുള്ള ഓയിലിലേക്ക്. അപ്പൊ നമ്മളൊരു അരമണിക്കൂറോളം ഇത് നമ്മള് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളിത് വാഴയിൽ പൊതിയുന്നു. വാഴയിൽ പൊതിഞ്ഞ് അങ്ങോട്ട് ഫിറ്റ് ചെയ്തിട്ട് വെക്കുക കേട്ടോ. അതിനുശേഷം നമ്മള് ഫോയിൽ പേപ്പർ നൈസിൽ ഇതിന്റെ ഒപ്പം ഫിറ്റ് ആക്കാതെ ഇതിൽ ഫിറ്റ് ആക്കി വെക്കാം. അങ്ങനെ പൊതിഞ്ഞ് ഇതിൽ ടൈറ്റ് ആക്കാം. നമ്മുടെ ഗ്രീൻ ചില്ലി ചിക്കൻ അവിടെ ഫിറ്റാക്കി മതി. ഇത് എല്ലിന്റെ തട്ടി കീറിയാണ് ഇവിടുന്ന്. അത് അതിന്റെ ഉള്ളിൽ വെച്ചത് പൊതിയാം. ഓക്കെ, ഒന്ന് റൗണ്ട് അടിച്ചാൽ അടിച്ചാൽ കേട്ടോ. വലിയ പവറിലൊക്കെ കീറുന്നുണ്ട്. എല്ല് പുറത്തുണ്ട്. ആണോ? ഇതൊരു ക്രോസ് ചെയ്തിട്ട് അതിന് കീറിക്കോ. ഇനി മണ്ണ് താമില്ലേ? അപ്പൊ നമ്മളുണ്ടല്ലോ ഇതുപോലെ സെറ്റപ്പ് ആക്കി കേട്ടോ. ഇനി നമ്മൾ ഇതിന്റെ മുകളിൽ മണ്ണ് വെക്കണം. അപ്പോഴേക്കും നമ്മൾ നമ്മുടെ മറ്റേ കോഴിയും കൂടി നമ്മൾ ഇതുപോലെ സെറ്റ് ആക്കട്ടോ. ഗ്രീൻ ചില്ലി ഓക്കെ, ഗ്രീൻ ചില്ലി സെറ്റ്. ഇനി മണ്ണ് നമ്മുടെ ചിക്കൻ ഇതായിട്ടുണ്ട് കേട്ടോ. പൊതിഞ്ഞ് ഫോയിൽ പേപ്പറൊക്കെ വെച്ച് പൊതിഞ്ഞ് ഇനി നമുക്കിത് മറ്റേ നല്ല പറമ്പിലല്ല മണ്ണ് കിട്ടിയിട്ടുണ്ട്. പറമ്പിലല്ല, പാടത്തല്ലടാ, പാടത്തെ കവുങ്ങുന്തോട്ടം. ഓക്കെ. അപ്പൊ അത് ചാലിനെടുത്ത മണ്ണ്, വെള്ളം എടുക്കുന്ന ചാലിനെടുത്ത മണ്ണ്. അപ്പൊ അതുകൊണ്ട് നല്ല നീർച്ചാലിനെടുത്ത ഇത് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്നും കേട്ടോ. ഇതിന്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പശയുള്ള മണ്ണാണ്. അങ്ങനെ ഫോയിൽ പേപ്പറിൽ ഇങ്ങനെ നിന്നോളും. ശരിയാ, നമ്മൾ ഇതിന് വെള്ളം പോലും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഈ മണ്ണ് വെട്ടലിന്റെ മണ്ണാ. ഇതെടുത്തു കഴിഞ്ഞാൽ നിക്കൂല. അപ്പൊ നമ്മൾ പറമ്പിൽ നല്ല വെള്ളം ഇതെടുത്തതാ കേട്ടോ. അപ്പൊ ഇത് വെച്ച് നമുക്ക് പൊതിഞ്ഞിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ വേറെ നമ്മള് മടിച്ചിക്കണ ഇതാട്ടോ. രണ്ടെണ്ണ ചെളിയിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇതിനെ എടുത്തിട്ടില്ല. ഇനിയിപ്പോ അപ്പഴേ നമ്മള് തീ കത്തിച്ച് ഇനി ഇത് കത്തിക്കാനുള്ള പരിപാടി നോക്കട്ടോ. എടാ എന്നാ ഇങ്ങോട്ട് ഇട്ടോടാ. നമുക്ക് ആദ്യം വാഴയില അല്ല വാഴ കച്ചിയില് വെച്ച് പൊതിഞ്ഞ് ഞങ്ങൾ കത്തിക്കാം. ഇത് കത്തിക്കിട്ടണെങ്കിൽ ചില്ലറ പണിയൊന്നുമല്ല കേട്ടോ. മഴ പോയി അല്ലേ? സന്തോഷം. അതിന്റെ ഇടയ്ക്ക് വെച്ചിട്ടല്ലോ മഴ പെയ്യൂന്നൊരു ചാൻസ്. മഴ പെയ്തായിരുന്നു, മഴ പെയ്തു അല്ലേ? തൂളി ഇട്ടു. പക്ഷെ നമുക്ക് ദൈവം സഹായിച്ച് ഇത് നമ്മള് വീഡിയോ കാണുന്നത് അത്ര സിമ്പിൾ ഒന്നല്ല കേട്ടോ. ഇത് പണിയുണ്ട് കേട്ടോ. നമുക്കത് വെച്ച് കഴിഞ്ഞാലേ റബ്ബറിന്റെ ഇതാട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അത് വെച്ചോട് കത്തിക്ക. നമ്മള് മലയിന്ന് കൊണ്ടുവന്ന വിറകാട്ടത്. ലൈറ്റർ എവിടെടാ? കണ്ടപ്പാ അങ്ങനെയല്ല ഇവിടെ ഞാൻ എന്താ അമ്മ വിചാരിച്ചു. ഓൾമോസ്റ്റ് സംഭവം സെറ്റ് ആയിട്ടുണ്ടാവൂലടാ. ഒരു മണിക്കൂറോളം നമ്മളിത് തീയിലിട്ട് നമ്മള് ഇത് ഇതാക്കിയല്ലോ. അപ്പൊ നമ്മൾ ഇനിയിപ്പോ വെന്തുന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ ഈ ഇതും കൂടെ കത്തി കഴിഞ്ഞ് ചൂടായി കഴിഞ്ഞിട്ട് നമ്മള് മാറ്റുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പൊ അത് മാറ്റിയിട്ടുള്ള പരിപാടി നോക്കട്ടെ എങ്ങനെയാന്നുള്ളത്. എടാ ഇത് സംഭവം ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് മാറ്റി നോക്കട്ടെ എങ്ങനെയാന്നുള്ളത്. ഇനി നമ്മള് അപ്പൊ നമ്മുടെ ഇത് ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ടെന്നുള്ളൊരു ഇതില് നമ്മള് എടാ നല്ല ചൂടാട്ടോ. എടാ ഒന്നുകൂടി അടിയിന്ന് ഇതാക്കി. എടാ വെന്തിട്ടില്ലടാ. ആഹാ, എന്തൊക്കെയോ ഒരു ഫീൽ ഉണ്ട് കേട്ടോടാ. അടി ചെളി തന്നെ കേട്ടോടാ. നിക്കട ആ ലെവലിൽ തന്നെ എടുക്കണം. നിക്ക ഇവിടെ കട്ട് ചെയ്ത്. ഓ
വീഡിയോ എടുക്കടാ. ആഹാ നല്ല നമ്മൾ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ ഇപ്പൊ. ആഹാ നല്ല ആശാന്റെ വീഡിയോ ആണെങ്കിൽ പുറകോട്ട് കാണിക്കാം. അറിയാക്ക ഇതൊരു കുന്തായിട്ട് അത് ബന്ധിട്ടില്ല. എന്നൊരു കാര്യം എല്ലാ അവസാനം കണ്ടി കഴിക്കാം. ഫസ്റ്റത്തെ അത് കത്തിച്ചാലോ? അത് കത്തിക്കാം. അത് കത്തിക്കാം. അത് കടന്ന് കത്തില്ല, പോകുമ്പോഴേ കഴിക്കാം. അതെ ഇതിപ്പോ ഇത് നമുക്ക് ഫാൾട്ട് പറ്റിയിട്ട് ഇത് നേരെ ഒരെണ്ണം നമ്മളെടുത്തത് വെന്തിട്ടില്ലല്ലേടാ. ടൈമിന്റെ കുറച്ച് ഇത് വെന്തിട്ടില്ല, എന്നാലും നന്നായി തന്നെ കഴിക്കിട്ട് കഴിക്കാൻ വെന്തിട്ടില്ലെങ്കിലും നന്നായി കഴിക്കാൻ പറ്റുന്നുണ്ട്. സഞ്ജയ് വിശപ്പുണ്ടായിരുന്നു. വിശപ്പ് നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട്. അപ്പൊ ഷിൻഡോ കഴിക്കണോ? ഷിൻഡോ വേവാത്ത കഴിക്കരുത്. ഷിൻഡോ വേവാത്ത കഴിക്കരുത്. ഇത് പക്ഷേ ഇത് കാട്ടർജി അല്ല, 30 ദിവസം കൊണ്ട് സൈസ് ആണ് ഇതാണ്. ഉപ്പില്ല. ചിക്കൻ അവസാനം നമ്മള് മഴയൊക്കെ പെയ്ത് ആകെ തൂഫാനായി. ഒരെണ്ണം വെന്തില്ല കേട്ടോ. അപ്പൊ നമ്മള് മറ്റേത് നമ്മള് പൊട്ടിച്ചിട്ടുമില്ല. അപ്പൊ നമ്മൾ എന്തായാലും ഇത് ഇനിയിപ്പോ ഡ്രൈ ഫയറിൽ വെച്ചിട്ട് നമ്മളിനി എക്സ്ട്രാ ഒന്ന് ഇതാക്കി സ്ട്രീം ചെയ്ത് നോക്കട്ടെ. ദൈവമേ, പക്ഷെ എന്താ പറ്റിയത്? ചെറിയ വേവിന്റെ മടിച്ചിക്കൻ നമ്മൾ ഉദ്ദേശിച്ച കാര്യം അത്ര പെട്ടെന്ന് സിമ്പിൾ ഒന്നും അല്ല കേട്ടോ. അപ്പൊ നമ്മൾ എന്തായാലും ഇനിയിപ്പോ ഇതിൽ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പറ്റും നോക്കട്ടെ. ഒരു ജസ്റ്റ് ഒന്ന് എന്താ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, എത്ര മിനിറ്റ് ഉണ്ടായില്ലേ? ഒരു 150°C ഒരു 5 മിനിറ്റ് വെക്കാം. അത്ര മതി അല്ലേ? എന്നിട്ട് നമുക്ക് തിരിച്ചു വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ ആക്കാം. ഓക്കെ, അങ്ങോട്ട് വെച്ചോ. ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം കേട്ടോ. അപ്പൊ നോക്കാം നമുക്ക്. അപ്പോഴേക്ക് നമുക്ക് മറ്റൊന്നും നോക്കാം എന്തായിരുന്നുള്ളത്. നമ്മുടെ കാന്താരീനെ ഉണ്ടല്ലോ, നമ്മള് ഒന്ന് പൊട്ടിച്ചു നോക്കിയിട്ടുണ്ടേ. പക്ഷെ ഇത് സംഭവം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എന്താ പക്ക ആയിട്ടില്ല, ജ്യൂസി ആയിട്ട് കിട്ടിയിട്ടുണ്ടേ. ആഹാ അതാ. അയ്യോ ചൂടായടാ, പേടിക്കണ്ട. കണ്ടാ നമ്മളെ ശരിക്കും വേണോടാ, പക്ഷെ ഒന്നുകൂടി വേണോടാ. ഒന്നുകൂടി വേണം. ഇത് വെന്തിട്ടുണ്ടല്ലേ? മസാലയുടെ ഉള്ളിൽ അപ്പൊ നമ്മുടെ ചിക്കൻ അവസാനം ഇത് ഇങ്ങനെ ആയിട്ട് നമ്മള് അവസാനം വെന്തില്ല, പിന്നെ ഡ്രൈ ഫ്രയറിലൊക്കെ ആക്കി, പിന്നെ അവസാനം നമ്മള് പരിപാടി തീർക്കള പരിപാടിയാണ്ടാ. പക്ഷെ എയർ ഫ്രയർ നല്ല മസാലകളാ. പക്ഷെ നല്ല ഇതാട്ടോ, രസമുണ്ട്. അപ്പൊ നമ്മുടെ ഒരെണ്ണോടെ ഉണ്ട്, അത് നമ്മൾ എയർ ഫ്രയറിൽ കയറ്റിട്ടുണ്ട്. ഇന്നിപ്പോ നമ്മൾ മത്സ്യം ഉണ്ടാക്കണമെങ്കിൽ നല്ല വിറക് വേണം കേട്ടോ. കത്തിക്കൊണ്ടിരിക്കണം. നല്ല പക്ഷെ ഒരു 1.5 മണിക്കൂറോളം 1.5 മണിക്കൂറെങ്കിലും അല്ല വൃത്തിയിൽ കത്തിയാലേ പറ്റും. നമ്മളൊരു 1 മണിക്കൂർ കത്തിച്ചില്ലടാ. പക്ഷെ എന്നിട്ടും കുറച്ച് പണിയുണ്ട്. നമ്മൾ കഴിക്കുന്ന വഴി അത്ര സിമ്പിൾ അല്ല, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. ഇത് നമ്മള് ചിക്കൻ തന്നെ പറയും. നമ്മളൊരു 15 മിനിറ്റ് പിന്നെ അത് എയർ ഫ്രയറില് അടുത്ത പ്രാവശ്യം നമ്മൾ പക്ഷെ ഇത് സംഭവം നമ്മൾ ബ്രെഡ് ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഇതിനെ